രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ശരീരത്തിൽ എപ്പോഴും നന്നായിട്ടൊരു ക്ഷീണം പോലെ തോന്നുക, കാലാവസ്ഥയൊക്കെ മാറുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പനി, ജലദോഷം, ചുമ പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ പ്രതിരോധ ശേഷി നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നവരാണ്. ദിവസം മുഴുവനും ജോലി ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടൊരു ഫോക്കസ് കിട്ടുന്നില്ല. എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ ഒരു എനർജി ഇല്ലാത്തതുപോലെ, ഒരു തളർച്ച പോലെ, ഒരു ലോ ആയിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നവരാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീടിന് ചുറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു 4 ഇലകൾ ഞാൻ പറയുന്നുണ്ട്. മെഡിക്കൽ പർപ്പസ് ആയുർവേദപരമായിട്ടും ആയുർവേദ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു 4 ഇലകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത് വരികയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ ശരീരത്തിലത്തെ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടാനും ദിവസം മുഴുവനും ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ മാറുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നന്നായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇലകളാണ്, ഔഷധപരമായിട്ടുള്ള ഇലകളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ്, എത്ര അളവിൽ കഴിക്കണം, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം, എത്ര നാളിത് കഴിക്കണം, ഡെയിലി കഴിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ഈ ഹെർബ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ദിവസം ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല. ആയുർവേദപരമായിട്ട് നമ്മൾ പറയും, നമ്മുടെ ദഹനം, അഗ്നി നന്നായാൽ തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം സഹായിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മുടെ ഉറക്കം ശരിയല്ല, സ്ട്രെസ് നന്നായിട്ടുണ്ട്, പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് നന്നായിട്ട് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്, എക്സസൈസ് ഇല്ല, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഇമ്മ്യൂണിറ്റി ഡാമേജ് ആകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹെർബ്സ് സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുന്നതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇലയാണ് തുളസി. ആയുർവേദപരമായിട്ട് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഹെർബ് ആണ് കേട്ടോ തുളസി. ഈവൻ മോഡേൺ സയൻസ് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ റിച്ച് ആയിട്ട് ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ യൂജിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മൈൻഡിനെ ഉണ്ടല്ലോ നന്നായിട്ട് റിഫ്രഷ് ആക്കി വെക്കാനും ബാലൻസ് ചെയ്യാനും വളരെയധികം സഹായിക്കും. ഇതിന്റെ മറ്റു ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ചുമ, ജലദോഷം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കാനും, ദഹനത്തിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും, മൈൻഡിനെ നന്നായിട്ട് റിഫ്രഷ് ചെയ്യാനും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എങ്ങനെ കഴിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ ഉണ്ടല്ലോ ദിവസവും ഒരു 2 മുതൽ 3 ഇല വരെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ടല്ലോ ഇത് ഇട്ട് വെക്കുക. ഏകദേശം ഒരു മണിക്കൂർ ഇട്ട് വെച്ചാൽ തന്നെ അത്യാവശ്യം അതിന്റെ സത്തൊക്കെ ആ വെള്ളത്തിൽ പോകും. കുടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല കളയാം, കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം. ആ വെള്ളം മുഴുവനും ദിവസം മുഴുവനും നിങ്ങൾക്ക് കുടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 മുതൽ 3 തുളസിയുടെ ഇല നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇട്ട് വെച്ചിട്ട് രാവിലെ വേണമെങ്കിൽ വെറും വയറ്റിൽ ആ ഒരു വെള്ളം കുടിക്കാം. വളരെ ബെസ്റ്റ് ആയിരിക്കും. ഇതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രാവിലെ ദിവസവും 2 മുതൽ 3 ഇല വരെ ചവച്ചരച്ചിട്ട് അതിന് നീരിറക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവാന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ ദിവസവും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു 1, 2, 3 മാക്സിമം, അതിന് കൂടുതലായിട്ട് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതലായിട്ട് കഴിക്കരുത്. ഈവൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കണം, പ്രതിരോധ ശേഷി നന്നായിട്ട് കൂട്ടണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തുളസി ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഇലയാണ് കൂവളം. ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ ബിൽവ എന്നും പറയാറുണ്ട്. ഇത് കാണുമ്പോൾ 3 ഇലകൾ ഇങ്ങനെ ഒരുമിച്ചായിട്ടാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സത്വരജസ് തമസിനെയായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആയുർവേദത്തില് ശരീരത്തിലത്തെ ഓജസ്സിനെ നന്നായിട്ട് കൂട്ടുന്നതിനും പ്രതിരോധ ശേഷിനെ നന്നായിട്ട് കൂട്ടാനും വളരെ ബെസ്റ്റ് ആണ്. നമ്മൾ തുളസിയുടെ ഇലയുടെ പോലെ തന്നെ അത്രയും ദൈവിക പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ഇല കൂടിയാണ് ഈ കൂവളം. ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ കൂവളത്തിന്റെ 1-2 ഇലകള് നമ്മൾ തുളസിയുടെ ഇല ഇങ്ങനെ ഇട്ടിട്ട് ആ വെള്ളം കുടിച്ചില്ലേ, അതേ പ്രോസസ്സ് പോലെ തന്നെ ഇതിട്ടിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ ദിവസേന കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഊർജത്തിന് കൂട്ടാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ കൂവളത്തിന്റെ ഒരു 4-5 ഇല ഉണ്ടല്ലോ നന്നായിട്ട് അരച്ചിട്ട് അതിന്റെ ഒരു നീര് പ്രമേഹ രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രമേഹത്തിനെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ ദശമൂല ഹരിതയ്ക്ക്, അതുപോലെ തന്നെ ബില്വാത്തി പട്ടി, ഇതൊക്കെ നമ്മൾ ഈ ബില്ല് വെച്ചിട്ട്, അതായത് നമ്മൾ കൂവളം വെച്ചിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കോമ്പിനേഷൻസ് കൂടിയാണ് ആയുർവേദത്തിൽ. ഇനി ഇതിന്റെ മറ്റു പ്രയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ കൂവളത്തിന്റെ ഇലയിൽ നമ്മൾ എണ്ണ കാച്ചില്ലേ, ആ ഒരു എണ്ണ നിങ്ങൾക്ക് ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ്, ചൊറിച്ചില് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിച്ച് വരാൻ പറ്റും കേട്ടോ.
ദിവസവും നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ഒന്നോ രണ്ടോ കൂവളത്തിന്റെ ഇല ഇട്ടിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ പോലും നിങ്ങളുടെ സ്ട്രെസ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടാനും ശരീരത്തിലത്തെ പ്രതിരോധ ശേഷിനെ നന്നായിട്ട് കൂട്ടാനും ഫുൾ ഡേ നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും വളരെ ബെസ്റ്റ് ആണ്. അപ്പൊ ദിവസവും നിങ്ങൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ അത്രയും നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇല കൂവളം. ഇനി അടുത്തതാണ് ആര്യവേപ്പില. പല രോഗങ്ങൾക്കുള്ള ഒരു നാട്ടുവിദ്യയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതെങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടു മൂന്നില ചവച്ചരച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു പിടി നിങ്ങൾ ഇല എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കാം. ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ഇല നിങ്ങൾ കുതിർത്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. നോർമലി പറയുകയാണെങ്കിൽ ശരീരത്തിലെ പ്രതിരോധ ശേഷിനെ കൂട്ടാനായിട്ടുള്ള ഒരു ടോണിക് പോലെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. അതുപോലെ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സും ചെയ്യുന്നുണ്ട്. ശരീരത്തിലുള്ള വിഷാംശത്തിനൊക്കെ പുറത്തു കളയാനും ഇത് സഹായിക്കും. ഇതിന്റെ മറ്റു പല ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹത്തിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. ഇപ്പൊ വയറിൽ എന്തെങ്കിലും വിരശല്യം പോലെയുള്ള കാര്യങ്ങളുണ്ട്, കൃമിശല്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും ഇത് നന്നായിട്ട് കുറയ്ക്കും. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടും തടയാനായിട്ടും പറ്റുന്ന നല്ലൊരു ഔഷധം കൂടിയാണ്. പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ലോ BP പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഷുഗർ നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഇത് പരമാവധി ഒഴിവാക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അവസാനത്തെ നമ്മുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ചെറുള. ദശപുഷ്പങ്ങളിൽ ഒരു പുഷ്പമായിട്ടാണ് നമ്മൾ ആയുർവേദത്തിൽ ചെറുളനെ കണക്കാക്കി വരുന്നത്. ഈ ചെറുള ഉണ്ടല്ലോ, നമ്മൾ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് കുളിക്കില്ലേ, ദേഹത്ത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് നടുവില് വേദനയുണ്ട് അല്ലെങ്കിൽ സന്ധികളിലൊക്കെ വേദന ഉണ്ടെങ്കിൽ വേദനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനും ശരീരത്തിൽ ഇപ്പൊ ചൂട് നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ്, ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി വെള്ളം തിളപ്പിച്ചിട്ട് ചെറുള്ളി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കൃമിശല്യം പോലെയുള്ള പ്രശ്നങ്ങൾ, വിരശല്യം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനും, മെയിൻ ആയിട്ട് ഇതിന്റെ സവിശേഷം നോക്കുകയാണെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് പോലെയുള്ള കാര്യങ്ങൾക്കും ഇത് നല്ലതാണ്. ഈ ചെറുള വേരോട് കൂടിയിട്ട് അതിന്റെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് ഒരു അടുപ്പിച്ച് നിങ്ങൾ കുറച്ച് നാള് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ മൂത്രപ്പഴുപ്പിന് വേരോടെ നമുക്ക് മാറ്റാനും പറ്റും. ഇനി ഇത് കറി വെക്കാനും തോരൻ വെക്കാനും സൂപ്പ് പോലെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ച് വരാറുണ്ട് കേട്ടോ. പിന്നെ മറ്റു പല സവിശേഷതകൾ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് നീര് നന്നായിട്ട് നിൽക്കുകയാണ്, നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളുണ്ട്, കണ്ണിന്റെ അടിയിലൊക്കെ നന്നായിട്ട് നീര് വന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻസ്, യൂറിക് ആസിഡ് നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ്, ക്രിയാറ്റിൻ നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട്, ഗൗട്ട് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിനും ശരിയായിട്ടുള്ള രീതിയിൽ ശരിയായിട്ടുള്ള അളവിൽ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കും. അതുപോലെ തന്നെ മൂലക്കുരു പോലെയുള്ള കണ്ടീഷൻസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പാൽ കഷായം വെച്ചിട്ടും നമ്മൾ ചെറുള കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഗുണങ്ങളാണ് ചെറുളയുടെ. അപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ 4 ഇലകള്, തുളസി, കൂവളം, ആര്യവേപ്പില, ചെറുള, എല്ലാം നിങ്ങൾ ഒരേ ദിവസം കുടിക്കണം എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ തുളസിയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ കൂവളത്തിന്റെ വെള്ളം, ഒരു ദിവസം നിങ്ങൾ ആര്യവേപ്പിലയുടെ ഇല തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ധാരാളമാണ്. രാവിലെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ചെയ്യുന്നതിന്റെ കൂടെയായിട്ട് നന്നായിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലത്തെ ക്ഷീണം അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാം കൂടി കോമ്പിനേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. ചെറിയ ചെറിയ ഇലകള് ഇന്നു മുതൽ നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്, ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.